നിങ്ങളുടെ മുട്ടുകാലിൽ ഇന്നും മായാത്ത ആ പഴയ മുറിപ്പാടുണ്ടോ? സൈക്കിളിന്റെ ടയർ കണ്ടാൽ ഒരു കോലും പിടിച്ച് ലോകം ചുറ്റാൻ തോന്നാറുണ്ടോ? ശക്തിമാൻ എന്ന് കേൾക്കുമ്പോൾ ഉള്ളിൽ പഴയൊരു ആവേശം ഉണരാറുണ്ടോ? എങ്കിൽ നിങ്ങളൊരു വികാരമാണ്, നിങ്ങളൊരു ചരിത്രമാണ്. നമ്മളാണ് ആ തലമുറ. ഇന്റർനെറ്റിനും സ്മാർട്ട് ഫോണിനും മുൻപ് ജനിച്ചവർ. ഡിജിറ്റൽ ലോകത്തിനും അനലോഗ് ലോകത്തിനും ഇടയിലുള്ള അവസാനത്തെ പാലം. 90s കിഡ്സ്. വല്ലാതെ മിസ് ചെയ്യുന്ന, ഇനി ഒരിക്കലും തിരികെ കിട്ടാത്ത ആ സ്വർഗീയ കാലത്തേക്ക് നമുക്കൊന്ന് തിരികെ പോകാം. തയ്യാറാണോ ആ പഴയ കുട്ടിയാകാൻ? ഓർമ്മയുണ്ടോ ആ പഴയ ഓടിട്ട വീടുകളും ഓലമേഞ്ഞ പുരകളും? മഴ പെയ്യുമ്പോൾ വീടിനകത്ത് വെള്ളമിറ്റ് വീഴുമായിരുന്നു. അത് തറയിലേക്ക് വീഴാതിരിക്കാൻ പാത്രങ്ങളും ബക്കറ്റും നിരത്തിവെക്കും. ആ പാത്രത്തിൽ വീഴുന്ന വെള്ളത്തിന്റെ സംഗീതം കേട്ട് ഉറങ്ങിയിരുന്ന രാത്രികൾ. പവർ കട്ട് വന്നാൽ മണ്ണെണ്ണ വിളക്കിന്റെ വെട്ടത്തിൽ നിഴൽ രൂപങ്ങളുണ്ടാക്കി കളിച്ച ആ ബാല്യം. സ്കൂൾ വിട്ടാൽ വീട്ടിലെത്തി ആ ബാഗൊന്ന് വലിച്ചെറിയാൻ കാത്തുനിന്നിരുന്ന വൈകുന്നേരങ്ങൾ. യൂണിഫോം പോലും മാറാതെ ഞങ്ങൾ മൈതാനത്തേക്ക് ഓടുമായിരുന്നു. ഓലപ്പന്തും റബ്ബർ പന്തും പേപ്പർ കുത്തി നിറച്ച ഐസ്ക്രീം ബോൾ കൊണ്ടും ഫുട്ബോളും ക്രിക്കറ്റും കളിച്ച ആ കാലം. ഗോൾ പോസ്റ്റിനു പകരം 2 കല്ലുകൾ. ഓഫ് സൈഡോ ഫൗളോ ഇല്ലാത്ത, നിയമങ്ങളില്ലാത്ത അശുദ്ധമായ കളി. അന്ന് സച്ചിനും ഗാംഗുലിയും ഡ്രസ്സിംഗ് റൂമിൽ ബാറ്റ് തെരഞ്ഞെടുക്കുന്ന അതേ ഗൗരവത്തോടെയായിരുന്നു ഞങ്ങളും ഞങ്ങളുടെ ആയുധം കണ്ടെത്തിയിരുന്നത്. പറമ്പിൽ വീണുകിടക്കുന്ന ഒരു ഉണക്കമടൽ കയ്യിലെടുത്ത് അതിലെ ഓലകൾ ഓരോന്നായി ചെത്തിമാറ്റി കൈപ്പിടി പാകത്തിന് ചെത്തി മിനുക്കുമ്പോഴുള്ള ആ ഒരു ആവേശം. അവസാനം ഒരു കരിക്കട്ടയോ പേനയോ എടുത്ത് ആ മടലിന്റെ പുറത്ത് വലിയ അക്ഷരത്തിൽ MRF എന്നെഴുതി ചേർക്കുമ്പോൾ കിട്ടുന്ന ഒരു സംതൃപ്തിയുണ്ടല്ലോ. അത് ഇന്ന് ലക്ഷങ്ങൾ വിലയുള്ള ബാറ്റ് കയ്യിൽ പിടിച്ചാൽ പോലും കിട്ടില്ല. അന്ന് ആ മടൽ ബാറ്റ് ഉയർത്തിപ്പിടിച്ചു നടന്നപ്പോൾ ഞങ്ങൾ ഓരോരുത്തരും മൈതാനത്തെ സച്ചിൻ ടെണ്ടുൽക്കർമാരായിരുന്നു. സ്പോർട്സ് താരങ്ങളുടെയും സിനിമാ താരങ്ങളുടെയും പടങ്ങൾ വീട്ടിന്റെ ചുമരുകളിൽ ഒട്ടിച്ചു വെക്കുന്നത് അന്നത്തെ വലിയൊരു ആവേശമായിരുന്നു. അയൽവീടുകളിലെ മുറ്റത്തും പറമ്പിലുമായി നമ്മൾ ഒന്നിച്ചു കൂടിയിരുന്ന ആ വൈകുന്നേരങ്ങളിൽ കൊത്തും കല്ലും വളപ്പൊട്ടുകളിയും കള്ളനും പോലീസും കക്കുകളിയും ചട്ടിപ്പന്തും കുട്ടിയും കോലും കിളിത്തട്ടും ഡപ്പകളിയും പാമ്പും കോണിയും ലൂഡോയും കണ്ണുപൊത്തി കളിയും ഒക്കെയായി നമ്മൾ ആഘോഷിച്ച ആ നിഷ്കളങ്കമായ ബാല്യം ഇന്നും ഒരു മധുരമുള്ള ഓർമ്മയാണ്. മുട്ടുകാലിലെ ചിരട്ട പൊട്ടി ചോര വരുമ്പോൾ ഫസ്റ്റ് എയ്ഡായി കമ്മ്യൂണിസ്റ്റ് പച്ച പിഴിഞ്ഞൊഴിച്ച് വീണ്ടും കളി തുടരുന്ന ആ വാശി, അത് വേദനയേക്കാൾ വലുതായിരുന്നു. സന്ധ്യയാകുമ്പോൾ ദൂരത്തുനിന്ന് അമ്മമാർ പേര് വിളിക്കും. ടാ, വീട്ടിൽ കയറുന്നില്ലേ എന്ന ആ വിളി കേൾക്കുമ്പോൾ മാത്രമാണ് കളി നിർത്തുക. കിണറ്റിൽ നിന്ന് കോരിയ തണുത്ത വെള്ളത്തിലെ കുളിയും അത് കഴിഞ്ഞുള്ള പ്രാർത്ഥനാ നിമിഷങ്ങളും. പുറത്ത് മഴവെള്ളം കെട്ടിക്കിടക്കുമ്പോൾ പേപ്പർ കൊണ്ട് തോണിയുണ്ടാക്കി വെള്ളത്തിലിറക്കിയും വിമാനമുണ്ടാക്കി പറപ്പിച്ചും നമ്മൾ ലോകം കീഴടക്കുമായിരുന്നു. ഓല കൊണ്ട് കണ്ണടയും വാച്ചും പാമ്പും പമ്പരവും ഒക്കെ ഉണ്ടാക്കി നടന്ന ആ കാലം. മെച്ചിങ്ങ വെച്ചുണ്ടാക്കിയ വണ്ടിയും തീപ്പെട്ടി കൂടുകൾ കൊണ്ട് നിർമ്മിച്ച ടിപ്പർ ലോറിയും പഴയ ഹവായി ചെരുപ്പുവട്ടത്തിൽ വെട്ടിയെടുത്തുണ്ടാക്കിയ ഉരുൾവണ്ടിയും അന്നത്തെ ഞങ്ങളുടെ ആഡംബര വാഹനങ്ങളായിരുന്നു. മണ്ണെണ്ണ ഒഴിച്ച് തിരി കത്തിച്ച് വെള്ളത്തിൽ വിടുന്ന ആ കളിപ്പാട്ട ബോട്ട് ഓർമ്മയുണ്ടോ? പമ്പരം കറക്കിയും പമ്പരമിട്ടായി നുണഞ്ഞു നമ്മൾ ആ ദിവസങ്ങൾ ആഘോഷിച്ചു. മണലിൽ കാന്തം തെരഞ്ഞ് കാന്തപ്പൊടി ശേഖരിച്ചതും പാളയിലിരുന്ന് കസിൻസിനെ കൊണ്ട് വലിപ്പിച്ചതും തോർത്തും ഷോളും ഉപയോഗിച്ച് തോട്ടിൽ നിന്ന് മീനുകളെ പിടിച്ചതും പുഴകളിൽ നിന്നും ചൂണ്ടയിട്ട് മീനുകളെ പിടിച്ചതും കുളങ്ങളിലെ ആ നീന്തിക്കുളിയും മണ്ണുകൊണ്ട് പുട്ടുണ്ടാക്കിയും തുമ്പിയെക്കൊണ്ട് കല്ലെടുപ്പിച്ചും നമ്മൾ പ്രകൃതിയോട് ചേർന്ന് വളർന്നു. മാടകയ്ക്കെടുത്ത സൈക്കിൾ ചവിട്ടി നടന്ന ആ മധുര നിമിഷങ്ങൾ. കയ്യിൽ പിടിച്ചു കളിക്കുന്ന പലതരം ഗെയിം സാധനങ്ങളും അന്നത്തെ കൗതുകങ്ങളായിരുന്നു. ഗോട്ടി കളിയിൽ ജയിക്കുമ്പോൾ കിട്ടുന്ന ആ ഗ്ലാസ് ഗോളികൾ, അതന്നത്തെ ഞങ്ങളുടെ വിലപിടിപ്പുള്ള രത്നങ്ങളായിരുന്നു. പഴയ സൈക്കിൾ ടയറും ചെറിയ കോലും മതിയായിരുന്നു ഞങ്ങൾക്ക് ലോകം ചുറ്റാൻ. വെള്ളിയാഴ്ചകളിൽ അച്ഛൻ ജോലി കഴിഞ്ഞു വരുമ്പോൾ സൈക്കിളിന്റെ ഹാൻഡിലിൽ തൂക്കിയിട്ട് കൊണ്ടുവരുന്ന ബാലരമക്കും ബാലഭൂമിക്കും കളിക്കുടുക്കും വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുമായിരുന്നു. മായാവിയും ലുട്ടാപ്പിയും രാജുവും രാധയും കുട്ടൂസനും ഡാക്കിനിയും വിക്രമനും മുത്തുവും ശിക്കാരി ശംഭുവും ഡിങ്കനും മൗഗ്ലിയും സൂത്രനും ഷേരുവും കബീഷും ജമ്പനും തുമ്പനും. അവർ വെറും കഥാപാത്രങ്ങളായിരുന്നില്ല, ഞങ്ങളുടെ കൂട്ടുകാരായിരുന്നു.
ബാലരമയിലെയും ബാലഭൂമിയിലെയും കളിക്കുടുക്കയിലെയും ചിത്രങ്ങൾ നോക്കിയിരുന്നിരുന്ന ആ ഉച്ചനേരങ്ങൾ, അതിനുള്ളിലെ സ്റ്റിക്കറുകൾ വീടിന്റെ അളമാരയിലും ജനലിലും ഒട്ടിച്ചു വെക്കുന്നതായിരുന്നു അന്നത്തെ ഏറ്റവും വലിയ ഇന്റീരിയർ ഡിസൈനിങ്. ഇന്ന് കടകളിൽ തൂങ്ങിക്കിടക്കുന്ന പല നിറങ്ങളിലുള്ള ചിപ്സ് പാക്കറ്റുകൾ അന്നില്ലായിരുന്നു. പകരം ഞങ്ങളുടെ നാവിലെ രാജാവ് 50 പൈസയുടെ സിപ്പപ്പായിരുന്നു. പല്ലുകൾ കൊണ്ട് അതിന്റെ തല പൊട്ടിച്ച് ആ ഐസ് നുണയുമ്പോൾ കിട്ടുന്ന സുഖം. പല ഫ്ലേവറുകളിൽ വരുന്ന രസ്നപ്പൊടി വെള്ളത്തിൽ കലക്കി കുടിച്ചിരുന്ന വൈകുന്നേരങ്ങൾ, ഉമരും ബിഗ് ബാബോലും ചവച്ചു നടക്കുന്നതും അതിനുള്ളിലെ സ്റ്റിക്കർ കയ്യിലൊട്ടിച്ചു നടക്കുന്നതും അന്നത്തെ വലിയൊരു ഹീറോയിസമായിരുന്നു. സ്കൂൾ പടിക്കലിലെ ആ ഉപ്പിലിട്ട മാങ്ങയും നെല്ലിക്കയും 5 പൈസക്കും 10 പൈസക്കും 25 പൈസക്കും 50 പൈസക്കും കിട്ടിയിരുന്നു. ആ തേൻ മിഠായികളുടെയും നാരങ്ങ മിഠായിയുടെയും കപ്പലണ്ടി മിഠായിയുടെയും പുളി മിഠായിയുടെയും കോൾ മിഠായിയുടെയും പമ്പര മിഠായിയുടെയും രുചി ഒന്ന് വേറെ തന്നെയായിരുന്നു. കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ പറമ്പിലെ പുളിയും മാങ്ങയും കല്ലെറിഞ്ഞു വീഴ്ത്താനായിരുന്നു ഞങ്ങൾക്കിഷ്ടം. ഉപ്പും മുളകും കൂട്ടി ആ പുളിയും പച്ചമാങ്ങയും കടിച്ചപ്പോൾ കിട്ടിയ രുചി, അത് ഇന്നത്തെ ഏതെങ്കിലും ബ്രാൻഡഡ് ചിപ്സിനും ബാർ ചോക്ലേറ്റിനും തരാൻ പറ്റുമോ? ഇത്രയും രുചികൾക്കിടയിൽ ലൈഫ് ബോയ് സോപ്പിട്ട് കുളിച്ച് കുട്ടിക്കൂറ പൗഡറും വാരിത്തേച്ച് നമ്മൾ വീണ്ടും കളിക്കളത്തിലേക്ക് ഓടുമായിരുന്നു. ആകെ ഒരു ചാനൽ, ദൂരദർശൻ. ഒരു ഗ്രാമത്തിൽ 1-2 വീടുകളിൽ മാത്രം TV ഉണ്ടായിരുന്ന കാലം. TVക്ക് മുന്നിൽ അയൽവാസികളെല്ലാം ഒരുമിച്ചു കൂടുന്ന ഒഴിവു സമയങ്ങൾ. ഞായറാഴ്ച പകൽ 12 മണി. തെരുവുകൾ നിശബ്ദമാകും. പശ്ചാത്തലത്തിൽ ആ സംഗീതം കേട്ടു തുടങ്ങും. ശക്തിമാൻ. ഗംഗാധർ ശക്തിമാനായി കറങ്ങി വരുമ്പോൾ കിട്ടുന്ന ആവേശം. പിന്നാലെ വന്ന ശക്കലക ബൂം ബൂം. സഞ്ജുവിന്റെ ആ മാന്ത്രിക പെൻസിൽ നമുക്കും കിട്ടിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കാത്ത ആരെങ്കിലുമുണ്ടോ? മൗഗ്ലിയും ഷേർഖാനും ജംഗിൾ ബുക്കും. നമ്മുടെ ഭാവനകളെ ഇത്രത്തോളം സ്വാധീനിച്ച മറ്റൊരു കാലമില്ല. മഹാഭാരതവും രാമായണവും കാണുമ്പോൾ തെരുവുകൾ വിജനമാകുമായിരുന്നു. ചിത്രഹാറിലെ പാട്ടുകൾ കേൾക്കാൻ കാത്തിരുന്ന ബുധനാഴ്ചകൾ, അതൊരു അത്ഭുത ലോകമായിരുന്നു. ദൂരദർശനിൽ ഞായറാഴ്ച 4 മണിക്ക് സിനിമ കാണാൻ അടുത്ത വീടിന്റെ വരാന്തയിൽ തിക്കിത്തിരക്കിയിരുന്നിട്ടുണ്ട് നമ്മൾ. സിനിമയുടെ ക്ലൈമാക്സ് ആകുമ്പോൾ, കറന്റ് പോകുമ്പോഴും വീട്ടുകാർ നമ്മൾ അറിയാതെ മെയിൻ സ്വിച്ച് താഴ്ത്തുമ്പോഴും ഉണ്ടാകുന്ന ആ സങ്കടം. TV ആന്റിന കാറ്റിൽ തിരിയുമ്പോൾ ആന്റിന ശരിയാക്കാൻ വീടിന്റെ മുകളിൽ കയറിയ ചേട്ടൻ താഴെ നിൽക്കുന്നവരോട് ചോദിക്കുന്ന ആ ചോദ്യം ഇന്നും ചെവിയിലുണ്ട്. വന്നോ വന്നോ, ചിത്രം തെളിഞ്ഞോ? അയ്യോ പോയി, പോയി. ഇനി വലത്തോട്ട്, പോയി, അതാ പോയി, ഇല്ല പോയി, ഇപ്പൊ ശരിയായി വന്നു. വീടിന്റെ മേൽക്കൂരയിൽ ആന്റിനയുമായി മല്ലിടുന്ന ഏട്ടനും താഴെ TVക്ക് മുന്നിൽ ശ്വാസം അടക്കി പിടിച്ചിരിക്കുന്ന വീട്ടുകാരും. ആ ഒച്ചയും വിളിയും ഇന്നും മലയാളിക്ക് മറക്കാനാവാത്ത ഒരു വികാരമാണ്. ഒടുവിൽ സ്ക്രീനിൽ തെളിയുന്ന ആ തെളിഞ്ഞ ചിത്രത്തിന് ലോകകപ്പ് ഫൈനൽ ജയിച്ചതിനേക്കാൾ വലിയ സന്തോഷമായിരുന്നു. ഇന്ന് 4K ദൃശ്യങ്ങൾ വിരൽത്തുമ്പിലുണ്ടെങ്കിലും അന്ന് സിഗ്നൽ പോകുമ്പോൾ കാണുന്ന ആ വെള്ളപ്പൊട്ടുകൾക്കിടയിൽ അത്ഭുതങ്ങൾ തെരഞ്ഞ ആ പഴയ കാലം നൽകിയ സുഖം ഒന്ന് വേറെ തന്നെയായിരുന്നു. ഇന്ത്യയുടെ ക്രിക്കറ്റ് കളിയുണ്ടെങ്കിൽ നാട്ടിലൊരു ഉത്സവമാണ്. സച്ചിന്റെ ബാറ്റിംഗ് കാണാൻ വേണ്ടി മാത്രം കള്ളപ്പനി പറഞ്ഞ് സ്കൂളിൽ പോവാതെയിരുന്ന എത്രയെത്ര ദിനങ്ങൾ. സച്ചിന്റെ ഓരോ സിക്സറിലും ഇരമ്പിയ ആവേശത്തിന് തൊട്ടു പിന്നാലെ അദ്ദേഹം പവലിയനിലേക്ക് മടങ്ങുമ്പോൾ അനുഭവപ്പെടുന്ന ആ ഒരു ഭീകരമായ നിശബ്ദത. അത് മൈതാനത്ത് മാത്രമല്ല, നമ്മുടെ ഓരോ വീട്ടിലും ചായക്കടകളിലും ഒരുപോലെ പടർന്നിരുന്നു. അതൊരു വല്ലാത്ത ഓർമ്മ തന്നെയാണ്. ജൂൺ മാസം. രാവിലെ സ്കൂളിൽ പോകുമ്പോൾ പെയ്യുന്ന മഴ. കുടയുണ്ടായിട്ടും മനഃപൂർവ്വം നനയാൻ കൊതിച്ച ദിവസങ്ങൾ. പുതിയ ക്ലാസ്, പുതിയ പുസ്തകങ്ങളുടെ ഗന്ധം, തവിട്ട് നിറമുള്ള പേപ്പറിൽ പൊതിഞ്ഞ പുസ്തകങ്ങൾ. പുസ്തകത്തിനുള്ളിൽ പൗഡറിട്ട് അതിനുള്ളിൽ മയിൽപ്പീലി വെച്ച് അത് പ്രസവിക്കുമെന്ന് വിശ്വസിച്ച് ഓരോ ദിവസവും തുറന്നു നോക്കിയിരുന്ന ആ നിഷ്കളങ്കത ലോകത്തിലെ ഏത് ടെക്നോളജിയേക്കാളും വലുതായിരുന്നു. മഷിപ്പേനയിൽ മഷി നിറയ്ക്കുമ്പോൾ വിരലുകളിൽ പടരുന്ന ആ നീല നിറം. റെയ്നോൾഡ്സ് പേനയും ഒരേ പേനയിൽ പല കളർ റീഫില്ലുകൾ വരുന്ന മൾട്ടി കളർ പെന്നും. ഞെക്കി പേന ഞെക്കി കളിക്കുന്നതും
പെൻസിലിന്റെ ഉള്ളിലെ നിബ്ബ് തീർന്നാൽ പുതിയ നിബ്ബ് തള്ളിക്കയറ്റുന്നതും സ്ലേറ്റിൽ പെൻസിൽ കൊണ്ട് എഴുതുമ്പോൾ ഉണ്ടാകുന്ന ആ ശബ്ദവും ഇതൊക്കെ അനുഭവിച്ചവർക്ക് മാത്രമേ അതിന്റെ സുഖം മനസ്സിലാകൂ. എല്ലാവരും ഒരേ ബെഞ്ചിലിരുന്ന് ചോറുപാത്രം പങ്കുവച്ച ആ സ്നേഹം, നട്രായിന്റെയും ക്യാമലിന്റെയും ജോമെട്രി ബോക്സുകൾ, ഞെക്കുമ്പോൾ ലൈറ്റ് കത്തുന്ന വാച്ച്, നടക്കുമ്പോൾ ലൈറ്റ് കത്തുന്ന ഷൂ, ഇതൊക്കെയായിരുന്നു അന്നത്തെ ഞങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ. ഇതൊക്കെ സ്വന്തമായിട്ടുണ്ടെങ്കിൽ നമ്മളാണ് ആ നാട്ടിലെ രാജാവ്. തീപ്പെട്ടി കവറുകളും സോപ്പ് കവറുകളും ശേഖരിച്ച് അതുകൊണ്ട് കളിക്കുന്ന കളികൾ, റെസ്ലിംഗ് കാർഡുകളും ക്രിക്കറ്റ് കാർഡുകളും ശേഖരിച്ച് തല്ലുകൂടി കൈക്കലാക്കുന്ന ആവേശം ഇന്നും മായാതെ നിൽക്കുന്നു. ഓണത്തിനും ക്രിസ്മസിനും പെരുന്നാളിനും അമ്മ വീട്ടിൽ പോയി കൂട്ടപ്പുര ഉണ്ടാക്കി അടുപ്പ് കൂട്ടി കസിൻസിനോടൊപ്പം ആഘോഷിച്ച ആ അവധിക്കാലങ്ങൾ, പൂക്കളമിടാൻ പൂവ് പറിക്കാൻ പോകുന്ന പുലർച്ചകൾ, വിഷുവിനും പെരുന്നാളിനും പടക്കം പൊട്ടിക്കുന്ന ആവേശം, മതമോ ജാതിയോ ഇല്ലാതെ എല്ലാവരും ഒരുമിച്ച് ആഘോഷിച്ച ആ കാലം. റേഡിയോയിൽ കമന്ററി കേട്ട് ക്രിക്കറ്റ് ആവേശം നെഞ്ചിലേറ്റിയ കാലം. ആകാശവാണിയിലെ വാർത്തകളും പാട്ടുകളും നമ്മുടെ വീടുകളിൽ നിറഞ്ഞു നിന്നു. ടേപ്പ് റെക്കോർഡർ വഴി ഒരു കാസറ്റിൽ നിന്ന് മറ്റേ കാസറ്റിലേക്ക് പുതിയ പാട്ടുകൾ റെക്കോർഡ് ചെയ്തിരുന്ന പരീക്ഷണങ്ങൾ, കാസറ്റിലെ ടേപ്പ് ഒട്ടിയാൽ നെയിൽ പോളിഷിട്ട് ഒട്ടിക്കുന്ന വിദ്യയും പെൻസിലിട്ട് കാസറ്റ് ചുറ്റുന്ന വിദ്യയും. ഇന്ന് സ്പോട്ടിഫൈ ഉണ്ടെങ്കിലും ആ പഴയ സ്പർശത്തിന് പകരം വെക്കാൻ ഒന്നുമില്ല. 90കളുടെ പകുതിയോടെ മാറ്റങ്ങൾ വന്നു തുടങ്ങി. വാക്മാനും വീഡിയോ ഗെയിമുകളും നമ്മുടെ കൂട്ടുകാരായി. ഫിലിം ക്യാമറകൾ വന്നു. പിന്നീട് വന്ന STD, IST ബൂത്തുകൾ. പതുക്കെ പതുക്കെ ലാൻഡ് ലൈൻ ഫോണുകൾ വീടുകളിലെത്തി. ഫോൺ റിംഗ് ചെയ്യുമ്പോൾ ആരുടെ കോളാണെന്നറിയാനുള്ള ആകാംക്ഷ. അയൽപ്പക്കത്തെ വീട്ടിൽ ഫോൺ വരുമ്പോൾ നമ്മളെ വിളിക്കാൻ ഓടിവരുന്ന ചേച്ചി, അമ്മ എവിടെ? ഒരു ഫോൺ ഉണ്ടെന്ന് പറഞ്ഞേക്കിട്ടോ. അന്ന് കത്തുകളിലൂടെയും ഒളിച്ചുകടത്തിയ നോട്ടങ്ങളിലൂടെയും കൈമാറിയ പ്രണയങ്ങൾ പതുക്കെ മിസ്ഡ് കോളുകളിലേക്കും SMS-കളിലേക്കും മാറി തുടങ്ങി. ദൂരെയുള്ള പ്രിയപ്പെട്ടവർക്ക് കത്തെഴുതി കാത്തിരുന്ന കാലം. കാത്തിരിപ്പുകൾക്ക് അന്ന് വല്ലാത്തൊരു സുഖമുണ്ടായിരുന്നു. കളർ ടിവിയും കേബിൾ ടിവിയും വാടകയ്ക്കെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് സിനിമ കണ്ട് VCR കാസറ്റും നോക്കിയ 1100 വന്നപ്പോൾ ലോകം നമ്മുടെ മുന്നിലേക്ക് തുറക്കപ്പെട്ടു. ഇന്നെല്ലാം മാറിയിരിക്കുന്നു. ഓടിയിട്ട വീടുകളും ഓലമേഞ്ഞ പുരകളും കോൺക്രീറ്റ് കൊട്ടാരങ്ങളായി. മയിൽപീലി പ്രസവിക്കില്ല എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. പക്ഷേ നമ്മുടെ ഉള്ളിലെ ആ 19s കിഡ് ഇന്നും ആ പഴയ പാതകളിൽ എവിടെയോ നടക്കുന്നുണ്ട്. ഇന്നെല്ലാം നമ്മുടെ വിരൽത്തുമ്പിലുണ്ട്. പക്ഷെ എവിടെയോ നമ്മൾ ആ പഴയ സന്തോഷങ്ങൾ മറന്നുപോയിരിക്കുന്നു. നമ്മുടെ മക്കൾക്ക് ഇന്നത്തെ ടെക്നോളജി നൽകാൻ നമുക്ക് കഴിയും. പക്ഷേ മണ്ണിൽ കളിക്കാനും മഴ നനയാനുമുള്ള ആ സ്വാതന്ത്ര്യം അവർക്ക് ലഭിക്കുന്നുണ്ടോ? 90 എന്നത് വെറുമൊരു അക്കമല്ല. അത് സ്നേഹത്തിന്റെയും പങ്കുവെക്കലിന്റെയും നിഷ്കളങ്കതയുടെയും അവസാനത്തെ തുരുത്താണ്. ഈ വീഡിയോ കാണുന്ന ഓരോ 19s കിഡും ഓർക്കുക, നമ്മൾ കണ്ട ലോകം ഇന്ന് ചരിത്രമാണ്. നമ്മൾ ഭാഗ്യവാന്മാരാണ്. കാരണം നമ്മൾ ശരിക്കും ജീവിച്ചവരാണ്. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ പഴയൊരു ഓർമ്മ ഉണർന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കണ്ണിലൊരു തുള്ളി നനവ് പടർന്നിട്ടുണ്ടെങ്കിൽ അത് കമന്റിലൂടെ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ എല്ലാ 19s ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക. ആ പഴയ സുഹൃത്തുക്കൾ ഇതൊന്ന് കാണട്ടെ. പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല ഓർമ്മയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.